ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു കോർണറിലാണ് ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കോർണർ വൃത്തിയാക്കുകയാണ് അനിയത്തി. ഇതേ അവിടെ കിടന്ന് സെറ്റ് ചെയ്യുക, അടുത്ത സൈഡിലോട്ട് മാറ്റിയിട്ട് അവിടെ നമ്മൾ ട്രീ സെറ്റ് ചെയ്ത് കേട്ടോ. ട്രീയുടെ കാല് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഞങ്ങളൊരു ഫ്ലവർ പോട്ട് വാങ്ങി അതിൽ കുറച്ച് മണ്ണിട്ട് അതിനകത്ത് കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഡോർ തൊട്ടേ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഡോറിൽ ഇതാണ് കേട്ടോ ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മെറി ക്രിസ്മസ് ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് അതിൽ ടൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് വീഡിയോ കാണുന്നവർക്കത് അറിയായിരിക്കും. അപ്പം അന്നക്കുട്ടിയുടെ ചേട്ടനും ഇഞ്ഞപ്പെണ്ണും കൂടെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനത്തെ അത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. 4 സൈഡ് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ കാറ്റടിച്ചാൽ അത് താഴെ വീഴും. അപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. അന്നക്കുട്ടി ചേട്ടൻ എന്തൊക്കെ കാണിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറക്കം വരുന്നുണ്ട്, എന്നാലോട്ട് ഉറങ്ങുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മെറി ക്രിസ്മസ് ഞങ്ങൾ ഫ്രണ്ട് ഡോറിലാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അടുത്തൊരു ട്രീയുടെ സെക്ഷനിലേക്ക് വന്നു. ട്രീയിൽ ആദ്യമേ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. ഇനി ലൈറ്റ് ഇട്ടിട്ട് അടുത്ത് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് ഹാങ് ചെയ്യണം. അപ്പോൾ ഇനി അപ്പൂട്ടിനും കൂടിയാണ് ആദ്യത്തെ സെക്ഷൻ എല്ലാം ചെയ്യുന്നത്. വാവക്കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു നൈറ്റ് ഒരു 11 മണി ടൈം കഴിഞ്ഞു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുന്നത് അപ്പൂട്ടിനാണെങ്കിൽ കുറച്ചൊന്ന് അലമ്പാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്തോ എപ്പോഴത്തേക്കാളും നന്നായിട്ടാണ് കേട്ടോ നിന്നത്. എല്ലാം പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇനി അപ്പോയിട്ട് എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഒരിതാണ്. എപ്പോഴും ഇങ്ങനെ ചൊറിയാൻ ചെല്ലും അപ്പോൾ ഇതേ നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കി കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്നും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അവൾ പറഞ്ഞു, കുഞ്ഞിനെ ഞാൻ എടുക്കാം, നീ കുറച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവളുടെ കയ്യിൽ വാവച്ചി കൊടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്യണം. അവൾ അപ്പോഴും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവൾക്ക് ഉറങ്ങാൻ ഒരു ഉദ്ദേശമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഇത് എന്താ ചെയ്യുന്നത്, ഇതൊക്കെ പുതിയതാണല്ലോ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പൊന്നു സാധനങ്ങൾ കയ്യിൽ പിടിച്ചിറങ്ങി. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ്, പിടിക്കുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഉറക്കത്തിൻ്റെ ആ ഒരു ലാഞ്ചനയുള്ളതുകൊണ്ട് അവൾ അതൊന്നും തൊട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ ട്രീ ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ജനലിൻ്റെ ആ സൈഡ് വോളും ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇതുപോലെ ഒരു സ്റ്റാർ തൂക്കണം, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഞങ്ങളതൊന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഇവിടെ ആയിരുന്നു പ്രഗ്നൻ്റ് ആയിട്ട്, അപ്പൂട്ടിന് അവിടെ ആയിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, സ്കൂളിലൊക്കെ പോകണമായിരുന്നു. പിന്നെ 10 ഡേയ്സ് വെക്കേഷനാണ് വന്നത്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാനൊന്നും പോയില്ല. ഇത് അടുത്ത അച്ചായിയുടെ സെഷനാണ് കേട്ടോ. അച്ചായിയാണ് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നതും അകത്ത് എല്ലാ കാര്യങ്ങളൊക്കെ വെക്കുന്നതും. കാരണം നമുക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ അച്ചായി പണ്ട് പനയറക്കുന്നിൽ പുൽക്കൂടുണ്ടാക്കിയും അത്തപ്പൂട്ടും അങ്ങനെയൊക്കെ അച്ചായിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെ ചെയ്തിട്ട്. അപ്പം അച്ചായി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൂട്ടിനായിട്ട് അടിയാവും തന്നെ ഞാൻ വിചാരിച്ചു. കാരണം അപ്പൂട്ടിനാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു, എനിക്കത് സെറ്റ് ചെയ്യണം എന്ന്. കാരണം അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. മേ ബി അത് പൊട്ടിപ്പോയാൽ നമുക്ക് പിന്നെ നഷ്ടമാവും. അത്രയ്ക്ക് ക്യൂട്ടായിട്ട് തോന്നി ഞങ്ങൾക്ക് ആ ഒരു പുൽക്കൂട് കണ്ടപ്പോൾ. ഇപ്പോൾ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉള്ള കാര്യങ്ങളാണ്. അതും ഞങ്ങൾ പണ്ടേ വാങ്ങി വെച്ച സാധനങ്ങളാണ് കേട്ടോ. അതിന് ഫേസ് പോലും ഒന്നും ക്ലിയർ അല്ല. മാലാക്കി അച്ചായി അവിടെ ഇങ്ങനെ കെട്ടിയിട്ടു. പിന്നെ ഇതെല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അച്ചായി ഓരോ നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരിക. ഇരിക്കുന്ന ഈ സാധനങ്ങളുടെ ഒന്നും ഫേസ് ക്ലിയർ അല്ലല്ലോ. പക്ഷെ അത്രയും ക്യൂട്ടായിട്ടുള്ളതൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് മാറ്റാത്തത്. ഉണ്ണിയേശുവിനെ ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യില്ലല്ലോ, കാരണം ഇത് ക്രിസ്മസിൻ്റെ അന്നല്ലേ വെക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാണ്. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ചായി പറഞ്ഞു മണൽ കൊണ്ടുവരാം. അപ്പം മണൽ കുറച്ചുകൂടി ഇട്ടിട്ട് ഇടുമ്പം നല്ല സെറ്റായിരിക്കും. പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ വന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് തോന്നിയ ഐഡിയ കേട്ടോ. ഫറിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് വിരിച്ചിട്ട് അതിലിങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ഈ ക്ലോത്ത് ശരിക്കും അന്നക്കുട്ടിയുടെയാണ് കേട്ടോ. അന്നക്കുട്ടിക്ക് ഞങ്ങൾ മന്ത്ലി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1, 2, 3, 4 മന്ത്സ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ക്ലോത്താണ്. പക്ഷെ അതിലിട്ടിട്ട് ചെയ്യുമ്പോഴാണ് ഈ റെഡ് ലൈറ്റിന് കുറച്ചുകൂടെ ഭംഗിയുള്ളത്. അല്ലാതെ നമുക്ക് ഈ പേപ്പറിൽ മണലൊക്കെ വിരിച്ച് ചെയ്യാമെന്ന് പറയുന്ന ഐഡിയ സൂപ്പറാണ്. വേലിയൊക്കെ കെട്ടിയിട്ട് പുള്ളി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാരണം അപ്പോഴെല്ലാം വലിച്ചു വെച്ച് കളയും. അപ്പോൾ ഞങ്ങളുടെ ഡെക്കറേഷൻസ് ഒന്ന് കാണാം കേട്ടോ. പണ്ടൊന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും ഡെക്കറേറ്റ് ചെയ്യില്ലായിരുന്നു കേട്ടോ. പണ്ട് ഞങ്ങൾ ഓണോ ക്രിസ്മസോ ഒന്നും ആഘോഷിക്കാറില്ല. ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് വരുന്നത്. നമ്മൾ വളരുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വിവേകം വെക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ആ തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഇന്ദു സൈനിങ് ഔട്ട്. ബൈ.